Hi, hello, welcome to Bilingual Tutorial. This is Maya Anandan. Okay, so today our topic of discussion is chapter 5, if all the trees were bread and cheese or conditional clauses. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ക്ലോസസ് ആണ്. ഫൈൻ ട്യൂൺ എന്നുള്ള ടെക്സ്റ്റിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഇഫ് ഓൾ ദ ട്രീസ് were bread and cheese. Okay, let's move on to conditional clauses. Okay, then what is a conditional clause? See, in last class while discussing adverb clause, we had discussed conditional clause is one category of adverb clause. Okay, for a conditional clause, there will be a clause which is explaining the condition and a main clause. And this main clause will be depending on this conditional clause. A conditional clause ne depend ചെയ്തുകൊണ്ടായിരിക്കും മെയിൻ ക്ലോസ് വരുന്നത്. ബിക്കോസ് ഈ മെയിൻ ക്ലോസിൻ്റെ റീസൺ അല്ലെങ്കിൽ ഈ മെയിൻ ക്ലോസിൽ പറയുന്ന അതിൻ്റെ ഒരു കണ്ടീഷൻ ആയിരിക്കും കണ്ടീഷണൽ ക്ലോസിൽ നമുക്ക് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നീ ഭക്ഷണം മുഴുവനും കഴിക്കുവാണെങ്കിൽ സ്വീറ്റ്സ് തരാം, ചോക്ലേറ്റ് തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയാറില്ലേ. സോ നമ്മളൊരു കണ്ടീഷൻ അവിടെ വെക്കുവാണ്. ദാറ്റ് ഈസ് ഹിയർ, ഇഫ് യു പാസ് ദ ടെസ്റ്റ്, നീ ടെസ്റ്റ് പാസ്സാകുവാണെങ്കിൽ വി വിൽ പ്രൊമോട്ട് യു, നിന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. സോ നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനിലെ പോലെ തന്നെ ഒരു കണ്ടീഷൻ പറയുന്നു, വേറൊരു മെയിൻ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ തിങ്ങിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. യു പാസ് ദ ടെസ്റ്റ് പാസ്സാകണം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നു. സോ ദിസ് ഈസ് കണ്ടീഷണൽ ക്ലോസ്. സോ മെജോറിറ്റി കേസിലും ഈഫ് ക്ലോസ് എന്നതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. കാരണം മെജോറിറ്റി കേസിലും കണ്ടീഷണൽ ക്ലോസ് വി ആർ യൂസിങ് ഈഫ് എന്നുള്ള കണക്ഷൻ അല്ലെങ്കിൽ കൺജങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈഫ് ക്ലോസ് എന്നും വേറൊരു പേര് കൂടെ ഉണ്ട് കണ്ടീഷണൽ ക്ലോസിന്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ക്ലോസ് ഇസ് സീറോ കണ്ടീഷൻ. Let's see what is zero condition or zero conditional clause. Zero conditional is used when the time being referred to is now or always and the situation is real and possible. And for the situation, for some other situations referring to general truth, scientific facts, sometimes giving instructions, then when describing situations which are 100% sure or some habitual actions or results, for all these situations we can use zero conditionals. And the structure or the tense for zero conditional clauses, for the both clauses, that is conditional clause as well as for the main clause, the tense referred is simple present. And സീറോ കണ്ടീഷണൽ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദർ ഇസ് നോ സച്ച് എ കണ്ടീഷൻ ദാറ്റ് വിച്ച് റെഫേർഡ് ടു ഫ്യൂച്ചർ ഓർ പാസ്റ്റ്. ആൻഡ് സീറോ കണ്ടീഷൻ ഇസ് യൂസ്ഡ്, നമ്മളെപ്പോഴും അത് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക, ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സിനെ കുറിച്ച് പറയാനൊക്കെ നമ്മൾ സീറോ കണ്ടീഷണലാണ് യൂസ് ചെയ്യുന്നത്. അറ്റ് പ്രസൻറ്റ് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സീറോ കണ്ടീഷണൽ യൂസ് ചെയ്യാം. റിയൽ ആൻഡ് പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കുക, ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇഫ് വി ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്, നമുക്കറിയാം ഐസിനെ ഹീറ്റ് ചെയ്താൽ അത് മെൽറ്റ് ചെയ്യുന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റാണ്. അപ്പോൾ അതിനെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ റെഫർ ചെയ്യാൻ വി ക്യാൻ യൂസ് സീറോ കണ്ടീഷണൽ. ദെൻ സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് യു ഗോ ഔട്ട് ബ്രിങ് സം സ്വീറ്റ്സ്. സോ അറ്റ് പ്രസൻറ്റ് ഇത് സംഭവിക്കുന്ന കാര്യമാണല്ലേ. സോ ഇഫ് യു ഗോ ഔട്ട് ബ്രിങ് സം സ്വീറ്റ്സ്, പുറത്ത് പോവുകയാണെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവരൂ. സോ ഈ രണ്ട് സിറ്റുവേഷനും ഒരെണ്ണം ട്രൂത്താണ്, അനദർ തിങ് ഇറ്റ് ഈസ് അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വി ക്യാൻ റൈറ്റ് യൂസിങ് സീറോ കണ്ടീഷണൽ. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് ടൈപ്പ് 1 conditional clause. Okay, the type 1 conditional is used to refer to the present or future where the situation is real and it refers to a possible condition and its probable result. And in these sentences, if clauses in simple present and main clause in simple future. So this is the structure of type 1 conditional clause. ടൈപ്പ് 1 കണ്ടീഷണൽ ക്ലോസിൽ സിറ്റുവേഷൻ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. സിറ്റുവേഷൻ റിയൽ ആയിട്ടുള്ളത് തന്നെയായിരിക്കും, നടക്കാൻ സാധ്യതയുള്ള കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്.
ആൻഡ് അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ ക്ലോസ് ദാറ്റ് വിൽ ബി ഇൻ സിമ്പിൾ പ്രസൻറ്റ്, നമ്മൾ പറയുന്ന കണ്ടീഷൻ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. എന്നാൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്കറിയാം നമ്മൾ ഓക്സിലറീസ് ആയ വിൽ, ഷാൽ, മേ, ക്യാൻ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഇസ് സിമ്പിൾ ഫ്യൂച്ചർ. ആൻഡ് സീ ദ എക്സാമ്പിൾ, ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഈ എക്സാമ്പിളിൽ ഇഫ് ക്ലോസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലും ദെൻ മെയിൻ ക്ലോസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലുമാണ്. സ്റ്റഡി എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റാണ്, എന്നാൽ വിൽ പാസ് എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ദെൻ സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ പേ യുവർ ബിൽ. നോക്കുക, ഈ സെൻറ്റൻസിലും ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലും എന്നാൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലും ആകുന്നു. ദെൻ ദ തേർഡ് എക്സാമ്പിൾ, ഇഫ് യു ഡ്രോപ്പ് ദിസ് ഇറ്റ് വിൽ നോട്ട് ബ്രേക്ക്. സി, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇഫ് യു ഡ്രോപ്പ് ദിസ്, ഇത് താഴത്തിട്ടാൽ ഇറ്റ് വിൽ നോട്ട് ബ്രേക്ക്, അത് പൊട്ടില്ല. സോ വിൽ നോട്ട് ബ്രേക്ക് എന്ന് തന്നിരിക്കുന്നു. ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്യണം, ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. സോ ദീസ് ആർ ടൈപ്പ് 1 കണ്ടീഷൻസ്. ടൈപ്പ് 1 കണ്ടീഷൻ്റെ പ്രത്യേകത ഇതാണ്, ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും എന്നാൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് type 2 conditional improbable. Okay, the type 2 conditional is used to refer to a time, that is now or any time, as we have seen before, and the situation is unreal and these sentences are not based on any fact, and it is used to refer to a hypothetical condition and its probable result. ടൈപ്പ് 2 കണ്ടീഷണൽ ക്ലോസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നൗ ഓർ എനി ടൈം എന്നുള്ള ടൈം റെഫറൻസ് അത് തന്നെയായിരിക്കും, പക്ഷേ സിറ്റുവേഷൻ അൺറിയൽ ആയിരിക്കും. ഫാക്ട്സ് ആയിരിക്കില്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്, സത്യത്തെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കില്ല നമ്മളൊരു പ്രെഡിക്ഷൻ നടത്തുന്നത്. സോ എ ഹൈപ്പത്തറ്റിക്കൽ കണ്ടീഷനാണ്, അതായത് നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കണ്ടീഷനാണ് വയ്ക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രോബബിൾ റിസൾട്ട്, എന്നിട്ട് അതിന് കിട്ടാവുന്ന ഒരു റിസൾട്ടിനെയും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. സോ ഇഫ് യു സ്റ്റഡി വെൽ യു വുഡ് പാസ്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഇഫ് യു സ്റ്റഡീഡ്, നീ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ. സോ ദ സ്ട്രക്ചർ ഓഫ് conditional 2 or type 2, it is if plus subject plus simple past tense. If clause or conditional clause will be in simple past. Conditional clause simple past ലായിരിക്കും. And main clause will be in subject plus would or should or might or could plus bare infinitive form. അതായത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ അതിലുള്ള ഓക്സിലറീസിൻ്റെ പാസ്റ്റ് ഫോം മാത്രം നമ്മളവിടെ ചേർക്കുന്നു. So that's the only difference we can see from type 1 and type 2. Then it is type 3 conditional, which is impossible and unreal. Type 3 is used to refer to a time that is in past and a situation that is contrary to the reality, and it is used to refer to unreal past condition and its probable past result. So ടൈപ്പ് 3 കണ്ടീഷണൽ ക്ലോസ് പറയുന്നത് ടൈം പീരീഡ് റെഫർ ചെയ്യുന്നത് വിൽ ബി പാസ്റ്റ് ആയിരിക്കും. നേരത്തെ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അതങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു. ദെൻ കോൺട്രറി ടു ദ റിയാലിറ്റി ആയിരിക്കും. ഇപ്പം നടന്ന കാര്യം പോലെ അല്ല, അതിന് കോൺട്രറി ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു പാസ്റ്റ് കണ്ടീഷൻ, അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് കണ്ടീഷനും അതിൻ്റെ പ്രോബബിൾ റിസൾട്ടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. സീ ദ എക്സാമ്പിൾ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ്. നീ അന്ന് നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ, അപ്പോൾ അതിനർത്ഥം നേരത്തെ പഠിച്ചിരുന്നില്ല, നന്നായി പഠിച്ചിരുന്നില്ല. യു വുഡ് ഹാവ് പാസ്റ്റ്. സോ നീ പരീക്ഷയ്ക്ക് പാസ്സായേനെ, അപ്പോൾ പാസ്സായിട്ടും ഇല്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. സോ ദ സ്ട്രക്ചർ ഓഫ് condition 3 or type 3, it is if plus subject plus past perfect tense. Conditional clause തന്നെ past perfect tenseലാണ്. Then main clause will be in subject plus would, should, might, could plus have plus past participle. എന്നാൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ് പ്ലസ് ഇൻ അഡീഷൻ ഹാവ് എന്നുള്ളൊരു ഓക്സിലറി നമ്മൾ ചേർക്കുന്നു. കൂടാതെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എഴുതുന്നു. സീ ദ എക്സാമ്പിൾ, ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇഫ് യു ഹാഡ് ട്രൈഡ്, നോക്കുക, ഇഫ് യു ഹാഡ് ട്രൈഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. യു വുഡ് ഹാവ് പാസ്റ്റ്,
യു പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ്, പാർട്ടിസിപ്പിൾ ഫോമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ റൂൾ ഫോർ ദ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് മീനിങ് സേസ് ദാറ്റ് ദ സിറ്റുവേഷൻ ഇസ് അൺറിയൽ. നോക്കുക, ഇഫ് യു ഹാഡ് ട്രൈഡ്, നീ ശ്രമിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ശ്രമിച്ചിട്ടില്ല, യു വുഡ് ഹാവ് പാസ്ഡ്, നീ ശ്രമിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ, അപ്പോൾ ശ്രമിച്ചിട്ടുമില്ല ജയിച്ചിട്ടുമില്ല. അൺറിയൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ദെൻ സീ ദിസ് ടേബിൾ, ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഈ ടേബിൾ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് സീറോ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് ടൈം ഇസ് പ്രസൻറ്റ്. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ട്രൂ ഇൻ ജനറൽ ആൻഡ് ഇറ്റ്സ് ഫോം ഇസ്, നമുക്കറിയാം കണ്ടീഷണൽ ക്ലോസിന് 2 ക്ലോസസ് വരുന്നുണ്ട്. ഒന്ന് കണ്ടീഷണൽ ക്ലോസും അനദർ ഇറ്റ് ഇസ് മെയിൻ ക്ലോസ്. സീറോ കണ്ടീഷനിൽ ബോത്ത് ക്ലോസസ് ആർ ഇൻ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ഫോം. ദെൻ ടൈപ്പ് 1 നോക്കുക. ടൈപ്പ് 1ൽ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ വരുന്നുണ്ട്. സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിയൽ ആണ്, പോസിബിളും ആണ്. ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഇസ് കണ്ടീഷണൽ ക്ലോസ് വിൽ ബി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ബട്ട് മെയിൻ ക്ലോസ് വിൽ ബി ഇൻ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സിമ്പിൾ പ്രസൻറ്റിലാണ് കണ്ടീഷണൽ ക്ലോസ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്തുള്ളത് വില്ല് ചേർത്തിട്ടുള്ളതായിരിക്കണം, വിൽ പ്ലസ് വെർബ് ഫോം ആയിരിക്കണം. ദെൻ ടൈപ്പ് 2 നോക്കുക. പ്രസൻറ്റും ഫ്യൂച്ചറും റെഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ അൺലൈക്ലി ഓർ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ദ സ്ട്രക്ചർ ഇസ് സിമ്പിൾ പാസ്റ്റിലായിരിക്കും കണ്ടീഷണൽ ക്ലോസ്. അറ്റ് ദ സെയിം ടൈം മെയിൻ ക്ലോസ് വരുന്നത് വുഡ് പ്ലസ് വെർബ് ഓർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. സോ സിമ്പിൾ പാസ്റ്റിലാണ് കണ്ടീഷണൽ ക്ലോസ് കിടക്കുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ ഉറപ്പായിട്ട് നമ്മൾ വുഡ് ഫോം ചേർത്തിരിക്കണം. ദെൻ ടൈപ്പ് 3 നോക്കുക. ടൈം റെഫർ ചെയ്യുന്നത് പാസ്റ്റാണ് ആൻഡ് സിറ്റുവേഷൻ ടു ലേറ്റ് നൗ എന്നുള്ള മീനിങ്ങിലാണ് സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഇസ് കണ്ടീഷണൽ ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, മെയിൻ ക്ലോസ് വുഡ് ഓർ ഷുഡ് have plus V3. Okay, then try to find out answers for these questions given. If you did not smoke, you dash feel a lot better. Here, if clause-ൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് did not. So it is simple past ആണ്. So you കഴിഞ്ഞിട്ട് എന്ത് വരണം? വില്ലിൻ്റെ പാസ്റ്റ് ഫോമായ would വരണം. മുകളിലെ ടേബിൾ ഒന്ന് റെഫർ ചെയ്യുക. Then second question, if it is sunny tomorrow, we dash to beach. ഇറ്റ് ഈസ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈസ് എന്നുള്ളത് നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റിൽ വരുന്നു. സോ വി ക്യാൻ യൂസ് വിൽ. വി വിൽ ഗോ ടു ബീച്ച്. ഇഫ് ഷീ ഹാഡ് ഗോൺ ടു യൂണിവേഴ്സിറ്റി ഷീ ഡാഷ് റിസീവ്ഡ് ദ സർട്ടിഫിക്കറ്റ്. സോ ദ ആൻസർ ഇസ് ഹാഡ് ഗോൺ എന്നുള്ളതാണ് ഇഫ് ക്ലോസ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കറിയാം വുഡ് ഹാവ് എന്നുള്ള ഫോമാണ് മെയിൻ ക്ലോസിൽ വരേണ്ടത്. സോ ദ ആൻസർ വി ക്യാൻ റൈറ്റ് if she had gone to the university she would have received the certificate. Okay, one more question. Press the button if you dash a receipt. Want, will want or would want. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്യുക. പ്രസ് ദ ബട്ടൺ ഇഫ് യു വോണ്ട് എ റെസിപ്റ്റ് ബിക്കോസ് ദിസ് ഇസ് സീറോ കണ്ടീഷണൽ. ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും എന്നുള്ളത് അത് നോർമലി ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അവിടെ പ്രഡിക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇറ്റ് ഇസ് സീറോ കണ്ടീഷണൽ. സി ആക്ച്വലി ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ഇൻ ദ ബിഗിനിങ് ദാറ്റ് ദിസ് കണ്ടീഷണൽ ക്ലോസ് ഹാവ് സം അതർ നെയിം. ഇറ്റ് ഇസ് if ക്ലോസ്. ആൻഡ് വൈ ഇറ്റ് ഇസ് സോ? ബിക്കോസ് if is used normally for the conditional clause as the conjunction, and there are some more conjunctions. Let's see what are they. And I am giving you some examples too. They are even if, unless, in case, in the event, provided that, on condition, as long as, or so long as, then suppose that or supposing that, then whether or. And from these all we can see even if and unless, they are negatives. നോക്കുക, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഇഫ് ക്ലോസിന് എന്തുകൊണ്ടാണ് കണ്ടീഷണൽ ക്ലോസിന് ഇഫ് ക്ലോസ് എന്നുള്ളൊരു പേര് വന്നത്. ബിക്കോസ് നോർമലി നമ്മൾ ഇഫ് എന്നുള്ള കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടീഷണൽ ക്ലോസ് എഴുതാറുള്ളത്. ഇഫ് മാത്രമല്ല വേറെയും കൺജങ്ഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയത്. ഈവൻ ഇഫ്, അൺലെസ്, ഇൻ കേസ്, in the event that, provided that, on condition, as long as, so long as, and supposing
that and whether or ഇതൊക്കെ നമ്മൾ സാധാരണ ചേർക്കാറുണ്ട്. ദെൻ ഇതിൽ ഈവൻ ഇഫ് ആൻഡ് അൺലെസ് ഇത് രണ്ടും നെഗറ്റീവ്സ് ആണ്. ഇത് നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് എന്നുള്ളത് നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്താലും നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റൻസ് അതിന് ശേഷം പറയും. നീ ഇങ്ങനെ ചെയ്താലും റിസൾട്ട് വിൽ ബി നെഗറ്റീവ് എന്ന് കാണിക്കാൻ. എന്നാൽ അൺലെസ് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അൺലെസ് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അൺലെസ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് നോട്ട് എന്നുള്ള മീനിങ്ങിലാണ്, ഇങ്ങനെ അല്ലെങ്കിൽ എന്നുള്ള മീനിങ്ങിലാണ്. എന്നാൽ ഈവൻ ഇഫ് എന്നുള്ളത് ഇങ്ങനെ ചെയ്താലും നെഗറ്റീവ്, അടുത്ത മെയിൻ ക്ലോസ് വിൽ ബി ഇൻ നെഗറ്റീവ്. ഓക്കെ, ഈവൻ ഇഫ് then unless, both these conjunctions are negative. So we can discuss one example for each of them. Even if you run, you won't be in time for school. സോ ഈവൻ ഇഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എഴുതിയിരിക്കുന്നു. സോ മെയിൻ ക്ലോസിൽ ദ സെൻറ്റൻസ് ഇസ് നെഗറ്റീവ്. നിങ്ങൾ സ്പീഡിൽ ഓടിയാലും യു വോണ്ട് ബി ഇൻ ടൈം ഫോർ സ്കൂളിൽ സമയത്ത് എത്തില്ല. ഓടിയാലും അങ്ങനെ ചെയ്താലും പോസിറ്റീവായിട്ട് സംഭവിക്കില്ല എന്നുള്ള മീനിങ്ങിൽ ഈവൻ ഇഫ് നമുക്ക് ചേർക്കാം. ദെൻ അൺലെസ് പക്ഷേ അങ്ങനെയല്ല. അൺലെസ്സിൻ്റെ മീനിങ് ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ എന്നുള്ള മീനിങ്ങിലാണ്. സി, ഡോണ്ട് ഗോ അൺലെസ് ഐ ടെൽ യു ടു ഗോ. ഞാൻ പോവാൻ പറയുന്നത് വരെ നീ ഇവിടെ നിൽക്കണം എന്നുള്ള മീനിങ്ങിലാണ്. സോ ഡോണ്ട് ഗോ അൺലെസ്, ഞാൻ പറയുന്നത് വരെ നീ പോവാതെ ഇവിടെ തന്നെ നിൽക്കൂ എന്നുള്ള മീനിങ്ങിൽ ചേർത്തിരിക്കുന്നു. ഡോണ്ട് കോൾ മീ ദിസ് ഈവനിങ് അൺലെസ് ദർ ഈസ് an emergency. See, in this sentence we can understand the conditional clause can come in the second position too, not only in the beginning of a sentence. Okay, then see one sentence using another conjunction. In case. In case you go out, please bring some sweets for me. Then one more using one another conjunction. In the event. So the sentence is, in the event the conference is postponed, I'll let you know at once. Then provided or providing that. We shall proceed provided the weather is fine. Then on condition. The chairman will agree to talk to them on condition that the strike is called off at once. Then as long as or so long as. As long as you are healthy, you can run. Then suppose or supposing that. Supposing it rains, what will you do? Then whether or. Whether you are rich or poor, I'll always remember you. So these are another conjunctions which you can use along with conditional clause. There is no change in rules related to type 1, type 2 and type 3. It is applicable for all these as unique. Okay, now it's time for textual questions. Complete the following sentences each with a conditional clause. If you helped the poor, people would like you. If you study well, you'll get higher marks. I had imagined the incident would not have happened. If you do not say sorry, he will not withdraw the case against you. Unless you pay compensation, he will not withdraw the case against you. This way also we can try. If you work out and you will grow stronger muscles. Then exercise 2. First question is to rewrite using unless. And the question is, he will withdraw the case provided you pay compensation. See, unless is a negative word, so we have to change this sentence into negative to get the positive meaning. So the answer is, he will not withdraw the case unless you pay compensation. Second question, if you behave yourself, others will respect you. Turn this into type 2 condition. See, this sentence is type 1 condition because if clause is in present and main clause in simple future. But in type 2, if clause will be in past, simple past, and main clause we have to change the auxiliary into its past form. So the answer is,
If you behaved yourself, others would respect you. Then third question, if you do not water the plants, they'll dry up. Rewrite with unless. This sentence we have to rewrite using unless. And the answer is, unless you water the plants, they will dry up. Then next question, write a sentence with a conditional clause in it beginning with on condition that. And the answer is, the chairman will agree to talk to them on condition that the strike is called off at once. And the last question is, give an example of an infinitival phrase expressing condition. See, we haven't explained infinitival phrase in the class, so we have to discuss it now. See, preconditions will be there. They are said to be infinitival phrases expressing condition. That means, in all the above sentences, we are making conditions at present or upcoming. But for this case, we are mentioning condition for the future. See, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടീഷൻസ് പറയുന്നു. They are said to be pre-conditions. ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടീഷൻ പറയുന്നു. And that kind of sentences are said to be infinitival phrase expressing condition. For example, if she is to catch the intercity bus, she should leave now. Then another example, he should have the car insured if he start a road trip. നോക്കുക, ഈ രണ്ട് എക്സാമ്പിളിലും ദ ഇൻസിഡൻറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. നമ്മൾ പറയുന്ന കാര്യം ഇവിടെ നടന്നിട്ടില്ല. അവൾക്ക് ഇൻ്റർസിറ്റി ബസ് കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ടതുണ്ട്. ദെൻ അവന് ഒരു റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കാർ ഇൻഷുർഡ് ചെയ്യേണ്ടതുണ്ട്. സോ ദ തിങ് ഡസൻ ഹാപ്പൻഡ്. അതിപ്പോൾ നടന്നിട്ടില്ലാത്തൊരു കാര്യത്തിന് പ്ലാൻ ചെയ്ത് പറയുന്നൊരു കണ്ടീഷൻ. സോ ദാറ്റ് ഇസ് സെഡ് ടു ബി ഇൻഫിനിറ്റീവൽ ഫ്രേസ് എക്സ്പ്രസിങ് കണ്ടീഷൻ.